വേട്ടക്കാരും വേട്ടയാടപ്പെടുന്ന ആളുകളും നമുക്ക് ചുറ്റിലുമുണ്ട്. എന്നാൽ ഈ വേട്ടക്കാർ വേട്ടയാടപ്പെടുന്നവർ എന്നത് സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് മാറി മറിയാവുന്നതാണ്. പൊതുവെ ഒരു സിസ്റ്റത്തിലെ ഏറ്റവും മുകളിലെ തട്ടിലുള്ളവർ വേട്ടക്കാരായിരിക്കുകയും ഏറ്റവും താഴെ തട്ടിലുള്ളവർ വേട്ടയാടപ്പെടുന്നവരുമായിരിക്കുമ്പോൾ നടുക്കിലെ തട്ടിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇവയെ വേർതിരിക്കുന്ന ആ വരമ്പ് വളരെ നേർത്തതായിരിക്കും. 3 പോലീസുകാരുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവം അവരെ വേട്ടക്കാരിൽ നിന്നും വേട്ടയാടപ്പെടുന്നവരുടെ കള്ളിയിലേക്ക് ഉന്തിത്തള്ളി വിടുമ്പോൾ അതവരെ എങ്ങനെ ബാധിക്കുന്നു, അവർ അതിനെ എങ്ങനെ നേരിടുന്നുവെന്ന് കാണിച്ചു തരുന്ന സിനിമയാണ് മാർട്ടിൻ പ്രക്കാട്ടിന്റെ നായാട്ട്. അനാലിസിസ് ആയതുകൊണ്ട് വീഡിയോയിൽ സ്പോയിലേഴ്സ് ഉണ്ടാകും. പൊതുവെ മിക്ക സിനിമകളും ഒരു ടെംപ്ലേറ്റിൽ കഥാപാത്രങ്ങളെയും സന്ദർഭങ്ങളെയും തിരികെ കയറ്റി നമുക്ക് തരികയാണ് ചെയ്യാറുള്ളത്. എന്നാൽ പ്രത്യേകിച്ച് ഒരു ടെംപ്ലേറ്റ് ഒന്നുമില്ലാതെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വ്യത്യസ്ത സ്വഭാവമുള്ള മനുഷ്യർ എങ്ങനെ പെരുമാറാം, പ്രതികരിക്കാം എന്നൊക്കെ കാണിച്ചു തരുന്ന ഒരു സിനിമയായാണ് നായാട്ട് കണ്ടപ്പോൾ തോന്നിയത്. നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു മാറ്റമാണത്. വളരെ റിയലിസ്റ്റിക്കും ഒപ്പം ഇന്റൻസുമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് സംവിധായകൻ സിനിമയ്ക്ക് നൽകിയിട്ടുള്ളത്. തുടക്കത്തിലെ വടംവലി സീനിലൂടെ തന്നെ കുഞ്ചാക്കോ ബോബന്റെ കഥാപാത്രത്തെയും റഫ് ആയിട്ടുള്ള ഒരു ടോണും സെറ്റ് ചെയ്തുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. ജോജുവിന്റെ മണിയനും നിമിഷയുടെ സുനിതയുമാണ് മറ്റ് 2 പ്രധാന കഥാപാത്രങ്ങൾ. നന്നായി ഡെവലപ്പ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളാണ് 3. അങ്ങേയറ്റം നല്ലവരായ കഥാപാത്രങ്ങളെല്ലാം 3 പേരും. നിർബന്ധിതരായിട്ടാണെങ്കിലും തുടക്കത്തിൽ ഇവർ 3 പേരും നിൽക്കുന്നത് വേട്ടക്കാരുടെ കൂടെയാണ്, പ്രത്യേകിച്ച് മണിയനും പ്രവീണും. ഉദാഹരണത്തിന് നിരപരാധിയായ ഒരാളെ രാഷ്ട്രീയക്കാരുടെ ഓർഡർ അനുസരിച്ച് മണിയൻ കള്ളക്കേസിൽ കൊടുക്കുന്നുണ്ട്. അത് കാണുന്ന പ്രവീണാകട്ടെ അതിനെ തടയാനൊന്നും പോകുന്നുമില്ല. കഥയുടെ ഗതി തിരിക്കുന്ന പ്രധാന സീനായ ആക്സിഡന്റ് സീനിൽ മണിയൻ ആക്സിഡന്റ് ആയ ആളെ മരിക്കാൻ വിട്ട് രക്ഷപ്പെടാം എന്ന് പറയുമ്പോൾ സുനിത അതിനെ എതിർക്കാനൊന്നും നിൽക്കുന്നില്ല. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന, പുറമേക്ക് സ്ട്രോങ് ആണെന്ന് കാണിക്കുന്ന എന്നാൽ ഉള്ളിൽ വീക്ക് ആയിട്ടുള്ള ഒരാളാണ് മണിയൻ. കുറച്ചുകൂടി പക്വതയോടെ പെരുമാറുന്നയാളാണ് പ്രവീൺ. പുറമേക്ക് വീക്ക് ആണെങ്കിലും നിർണായക നിമിഷത്തിൽ ഏറ്റവും ശക്തമായ ഒരു തീരുമാനമെടുത്തയാളാണ് സുനിത. ചുരുക്കത്തിൽ നമുക്ക് ചുറ്റിലും കാണാൻ കഴിയുന്ന മനുഷ്യരുടെ നല്ലൊരു റെപ്രസെന്റേഷൻ തന്നെയാണ് ഈ കഥാപാത്രങ്ങൾ. മറ്റ് കഥാപാത്രങ്ങളെല്ലാം തന്നെ യാതൊരു ഏച്ചുകെട്ടലുമില്ലാതെ വിശ്വസനീയമായ രീതിയിൽ തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട്. സിനിമയിലെ കഥാപാത്രങ്ങളുടെ പ്രത്യേകത തന്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കിക്കൊണ്ട് നീതിക്ക് വേണ്ടി നിൽക്കുന്ന ആരും തന്നെയല്ല അവരൊന്നും എന്നതാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു സിസ്റ്റത്തിന്റെ മൊത്തം ആറ്റിറ്റ്യൂഡായി മാറുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നതാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. ക്ലൈമാക്സിൽ നിമിഷയുടെ കഥാപാത്രം അതിനെ തിരുത്തുന്നുണ്ടെങ്കിലും സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാതെ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ മാത്രം മനസ്സിലാകുന്ന എന്നാൽ സിനിമയുടെ ക്വാളിറ്റി കൂട്ടുന്ന അത്തരം ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. നിരപരാധിയായ ഒരാളെ കള്ളക്കേസിൽ കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് പോലീസുകാർ കൊടുക്കുന്ന കുപ്പിവെള്ളം അവൻ കുടിക്കുന്നുണ്ട്. ആ കുപ്പി തന്നെയാണ് അവനെതിരെ പിന്നീട് തെളിവ് സൃഷ്ടിക്കാൻ മണിയൻ ഉപയോഗിക്കുന്നത്. മൂന്നാറിൽ പ്രധാന കഥാപാത്രങ്ങൾക്ക് അഭയം നൽകിയാൽ ഉത്സവത്തിന് മുണ്ടെടുത്ത് പോകാനിറങ്ങുമ്പോൾ അത് കീറിയിട്ടുണ്ടെന്ന് പ്രവീൺ പറയുന്നുണ്ട്. പട്ടി കടിച്ചതായിരിക്കുമെന്ന് അയാൾ പറയുമ്പോൾ എന്നാൽ ആരോ കീറാൻ ശ്രമിച്ചതുപോലെയുണ്ടെന്നാണ് പ്രവീൺ പറയുന്നത്. പുതിയ മുണ്ടെടുത്ത് കീറിയ മുണ്ട് സുനിതയ്ക്ക് കൊടുത്താണ് അയാൾ പോകുന്നത്. പീരിയഡ് ആയതുകൊണ്ട് തന്റെ ആവശ്യത്തിനായി സുനിതയാണ് ആ മുണ്ട് കീറാൻ ശ്രമിച്ചതെന്ന് അപ്പോഴാണ് പ്രവീണിനൊപ്പം നമ്മൾ പ്രേക്ഷകരും മനസ്സിലാക്കുന്നത്. പിന്നെ ക്ലൈമാക്സിലെ സീൻ, കണ്ണു കാണാത്ത സ്ത്രീയെ കൂടെയുള്ളയാൾ കൊണ്ടുപോയി വോട്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മളെ കൊണ്ട് അവർക്ക് വോട്ട് ചെയ്യിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരും ഇത് തന്നെയല്ലേ നമ്മളോട് ചെയ്യുന്നതെന്ന ചോദ്യമാണ് സിനിമ ചോദിക്കുന്നത്. അവസാനം 2 സ്ത്രീകൾ തമ്മിലുള്ള, സീനിയർ പോലീസ് ഓഫീസറായ ആ സ്ത്രീയും നിമിഷയുടെ സുനിതയും തമ്മിലുള്ള ആ സട്ടിലായിട്ടുള്ള മെന്റൽ കണക്ഷൻ കാണിച്ചത് നന്നായി തോന്നി. സ്വാഭാവികമായ കഥാപാത്രങ്ങളുടെ സ്വഭാവത്തോട് ചേർന്ന് നിൽക്കുന്ന ഡയലോഗ്സ് സിനിമയെ മികച്ചതാക്കി മാറ്റുന്നുണ്ട്. ഏത് നേരത്താണാവോ ടീച്ചർ ഉദ്യോഗം നിർത്താൻ തോന്നിയതെന്ന് പറയുന്ന സീനിയർ പോലീസ് ഓഫീസറിന്റെ ഡയലോഗ്, പോലീസുകാർ എന്നെ മിസ്ഇൻഫോം ചെയ്യുന്നതാണെന്ന് ഞാൻ പറയുമെന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഡയലോഗ്, മണിയന്റെ കൊട്ടേഷൻ ഡയലോഗ്, പ്രവീണിന്റെ അച്ഛനെ പറയുന്ന ഡയലോഗ്, അതുപോലെ സിനിമയിലെ മറ്റൊരുപാട് സംഭാഷണങ്ങൾ കഥാപാത്രങ്ങളുടെ പൊതുവെയുള്ള സ്വഭാവവും അവരുടെ അപ്പോഴത്തെ മാനസിക നിലയും കൃത്യമായി പ്രേക്ഷകരിൽ എത്തിക്കുന്നുണ്ട്. ഇനി സിനിമയുടെ തീമിലേക്ക് വരാം. പ്രധാന കഥാപാത്രങ്ങൾ സഞ്ചരിക്കുന്ന വണ്ടി ഇടിക്കുന്നത് ഒരു ദളിത് യുവാവിനെയാണ്. അതും ആ ദിവസം രാവിലെ അവർ അടിപിടിയുണ്ടാക്കിയ കൂട്ടത്തിലെ ഒരു യുവാവിനെ. അതൊരു ദളിത് യുവാവായതുകൊണ്ടാണ് പ്രശ്നം ഇത്രയും വഷളായി കൈവിട്ടു പോകുന്നതായി കാണിക്കുന്നത്. കേരള രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ശക്തി ഒരു ദളിത് സംഘടനയ്ക്കുള്ളതായാണ് സിനിമയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്ലോട്ട് ദളിത് കമ്മ്യൂണിറ്റിയെ നെഗറ്റീവ് വെളിച്ചത്തിൽ ചിത്രീകരിക്കാതിരിക്കാൻ മണിയനെയും സുനിതയെയും ദളിത് കഥാപാത്രങ്ങളാക്കി ഒരു ബാലൻസിംഗ് കൊണ്ടുവരാൻ സിനിമയിൽ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ദളിത് യുവാവിന് പകരം അവരുടെ വണ്ടി ഇടിക്കുന്നത് ഉദാഹരണത്തിന് ഒരു മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ അപ്പർ കാസ്റ്റ് ഹിന്ദു യുവാവിനെ ആയിരുന്നെങ്കിൽ അതൊരു കമ്മ്യൂണിറ്റി വേഴ്സസ് സിസ്റ്റം എന്ന കോൺഫ്ലിക്റ്റിലേക്ക് കേരളത്തിലെ സാഹചര്യത്തിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ കമ്മ്യൂണിറ്റീസ് എല്ലാം മെയിൻ സ്ട്രീം സിസ്റ്റത്തിന്റെ ഭാഗമാണ്. എന്നാൽ കാലാകാലങ്ങളായുള്ള ഒപ്രഷൻ കാരണം ദളിത് കമ്മ്യൂണിറ്റി ഇപ്പോഴും മെയിൻ സ്ട്രീം സിസ്റ്റത്തിന്റെ വെളിയിലാണ്. അതുകൊണ്ട് ആ കോൺഫ്ലിക്റ്റ് വിശ്വസനീയമായി എളുപ്പത്തിൽ സൃഷ്ടിക്കാൻ കഴിയും. അതിൽ സിനിമ വിജയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം ദളിത് കമ്മ്യൂണിറ്റിയെ തന്നെ അതിനായി തിരഞ്ഞെടുത്തത്. പക്ഷേ കേരളത്തിലെ ദളിത് കമ്മ്യൂണിറ്റിക്ക് ഇല്ലാത്ത സംഘടനാ ശക്തി, ഇലക്ഷനെ ഏകപക്ഷീയമായി സ്വാധീനിക്കാൻ കഴിയുമെന്ന രീതിയിലുള്ള നരേഷൻ, ഇതൊക്കെ ദളിത് കമ്മ്യൂണിറ്റിയുടെ അവസ്ഥയെ വലിയ രീതിയിൽ തെറ്റായി ചിത്രീകരിച്ചതായാണ് അനുഭവപ്പെട്ടത്. കാരണം സത്യാവസ്ഥ അങ്ങനെയല്ലെന്ന് നമുക്കറിയാം.
കേരളത്തിലെ ദളിത് കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും ഏതോ അപരന്മാരുടെ പ്രശ്നങ്ങളായാണ് മെജോറിറ്റിയും കാണുന്നത് എന്നിരിക്കെ അതിനെ നേർവിപരീതമായി ചിത്രീകരിച്ചതിനോട് യോജിക്കാൻ ബുദ്ധിമുട്ട് തോന്നി. അതേസമയം സിനിമയിലെ ഈ ദളിത് പൊളിറ്റിക്സ് മറ്റൊരു രീതിയിലും വായിക്കാനുള്ള സ്കോപ്പുണ്ട്. അവിചാരിതമായി അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത് ഒരു ദളിത് യുവാവാണ്. അതിനെ തുടർന്നുള്ള സിസ്റ്റത്തിന്റെ വേട്ടയാടലിൽ ഏറ്റവും ബാധിക്കപ്പെടുന്നതും മറ്റൊരു ദളിതനാണ്. ചുരുക്കത്തിൽ അധികാരം കൈയാളുന്നവർ ദളിത് കമ്മ്യൂണിറ്റിയെ സംരക്ഷിക്കുന്നു എന്ന പേരിൽ അവരുടെ അവസ്ഥയെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത് എന്നൊരു വായനയും സിനിമയ്ക്ക് കൊടുക്കാം. ഈ ഒരു വായനയെ ഊട്ടിയുറപ്പിക്കുന്ന മറ്റൊരു സീനും സിനിമയിലുണ്ട്. മൂന്നാറിൽ അവർക്ക് അഭയം നൽകുന്നയാൾ വെള്ളപ്രശ്നം പരിഹരിക്കാൻ പോലീസ് വരുമോ എന്ന ചോദ്യത്തിന് നൽകുന്ന മറുപടി അതിന്റെയൊന്നും ആവശ്യമില്ല, പ്രശ്നമൊക്കെ അവർ തമ്മിൽ പറഞ്ഞു പരിഹരിക്കും, അതാണ് നല്ലത് എന്ന രീതിയിലാണ്. സിസ്റ്റത്തിന്റെ ഇടപെടൽ ദളിത് കമ്മ്യൂണിറ്റികളെ ഒരു രീതിയിലും സഹായിക്കുന്നില്ല എന്ന് പറയാനായിരിക്കും ഒരുപക്ഷെ എഴുത്തുകാരൻ ഇതിലൂടെ ശ്രമിച്ചത്. അങ്ങനെയാണെങ്കിൽ അതൊരു അരാഷ്ട്രീയമായ കാഴ്ചപ്പാടല്ലേ എന്ന് പ്രേക്ഷകർ ചോദ്യം ചെയ്താൽ അവരെ കുറ്റം പറയാനും പറ്റില്ല. സിനിമയുടെ തീമിലെ മറ്റൊരു ചെറിയ പോരായ്മയായി തോന്നിയത് സിനിമ കണ്ടുകഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ സിസ്റ്റത്തിന്റെ ഏത് പ്രശ്നത്തിലേക്കാണ് അല്ലെങ്കിൽ പോരായ്മയിലേക്കാണ് സിനിമ വിരൽ ചൂണ്ടുന്നതെന്ന് കൃത്യമായി പറയാൻ പറ്റില്ല എന്നതാണ്. പ്ലോട്ടിന്റെ ഗതി തിരിക്കുന്ന ആ ആക്സിഡന്റ് സീനിന്റെ തെരഞ്ഞെടുപ്പാണ് അതിന്റെ കാരണം. ആകസ്മികത നിറഞ്ഞ ഒരു സംഭവമാണത്. രാവിലെ വഴക്കിട്ട കൂട്ടത്തിലെ ഒരു ദളിത് യുവാവിനെ രാത്രി യാദൃശികമായി അവരുടെ വണ്ടി ഇടിക്കുന്നു. അവരുടെ ഭാഗത്തു നിന്ന് അറിയാതെ സംഭവിക്കുന്നതാണത്. അതേസമയം ബാധിക്കപ്പെട്ടവർക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. സ്വാഭാവികമായി ബാധിക്കപ്പെട്ടവരെയും മീഡിയയെയും തൃപ്തിപ്പെടുത്താൻ അധികാരികൾക്ക് പോലീസിൽ സമ്മർദ്ദം ചെലുത്തി വണ്ടിയിടിച്ചവരെ പ്രതികളാക്കി ശിക്ഷിക്കേണ്ടി വരുന്നു. ഒരു ലൂപ്പ് പോലെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കപ്പെടുകയാണ് ഇവിടെ നടക്കുന്നത്. ഇഷ്ടമില്ലാതെയാണെങ്കിൽ കൂടി പോലീസ് കൂടി ഉൾപ്പെടുന്ന ഒരു തെറ്റ് സിനിമയുടെ കോറാക്കി ഉപയോഗിക്കുന്നതിന് പകരം തികച്ചും നിഷ്കളങ്കമായ ഒരു ആക്സിഡന്റ് സിനിമയുടെ കോറാക്കിയപ്പോൾ മറ്റെല്ലാം കൊണ്ടും ഓർഗാനിക്കായ സിനിമ അവിടെ മാത്രം ചെറിയൊരു പക്ഷം പിടിച്ചതായി തോന്നി. ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള അനലൈസ് ചെയ്യാനുള്ള കാരണം സിനിമ റിയലിസ്റ്റിക് ആയി നമ്മുടെ സിസ്റ്റത്തിലെ പ്രശ്നങ്ങളെയും പോലീസ് ഉദ്യോഗസ്ഥർ നേരിടുന്ന പ്രശ്നങ്ങളെയും ചിത്രീകരിക്കാൻ ശ്രമിച്ചതായി തോന്നിയത് കൊണ്ടാണ്. ഈ ആക്സിഡന്റ് സീൻ മാറ്റിവെച്ചാൽ പൊതുവായി പോലീസ് എന്ന ഹൈറാർക്കിയൽ സിസ്റ്റത്തിലെ പോരായ്മകളും ചിലപ്പോഴൊക്കെയുള്ള അവരുടെ ദുരവസ്ഥയും സിനിമയിൽ നന്നായി കാണിക്കുന്നുണ്ട്. മേലാളന്മാരുടെ ആവശ്യങ്ങൾ ഇഷ്ടമല്ലെങ്കിലും പ്രതികരിക്കാതെ ചെയ്യുന്ന പോലീസുകാർക്ക് നിലനിൽപ്പിനെ ബാധിക്കില്ല എന്ന് തോന്നുന്ന പ്രശ്നങ്ങളിൽ മാത്രമാണ് നീതിബോധം ഉണരുന്നത്. ഉദാഹരണത്തിന് നിരപരാധിയെ കുടുക്കിലാക്കാൻ കള്ളത്തെളിവുണ്ടാക്കുന്ന മണിയൻ താഴേക്കിടയിലുള്ള ഒരാൾ പോലീസ് സ്റ്റേഷന്റെ മതിലിൽ തുപ്പിയത് വലിയ കാര്യമായി എടുക്കുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ തെറ്റിൽ തോന്നാത്ത ആത്മരോഷം രണ്ടാമത്തെ തെറ്റിൽ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കും എന്തോ പ്രശ്നമുണ്ട്. ഇതുപോലുള്ള പവറിന്റെയും പ്രിവിലേജിന്റെയും ദുരുപയോഗം റിയലിസ്റ്റിക് ആയും എഫക്റ്റീവായും സിനിമയിൽ പലയിടത്തും കാണിക്കുന്നുണ്ട്. അതിപ്പോ ചെറിയവനായാലും വലിയവനായാലും. കാരണം കറപ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ പൊതുവെ എല്ലാവരും അവനവന്റെ തടിയാണ് നോക്കുക. തീമിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ അനാലിസിസ് മാറ്റി നിർത്തിയാൽ പ്രേക്ഷകരെ ഹോണ്ട് ചെയ്യുന്ന ഒരു ഇന്റൻസ് ഫീൽ നൽകുന്ന മികച്ചൊരു സിനിമയായാണ് നായാട്ട് അനുഭവപ്പെട്ടത്. എല്ലാ അഭിനേതാക്കളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതിൽ തന്നെ ജോജു തന്റെ റോള് ഗംഭീരമാക്കിയിട്ടുണ്ട്. കുഞ്ചാക്കോ ബോബൻ ഇതുവരെ ചെയ്യാത്ത വ്യത്യസ്തമായ റോൾ നന്നായി ചെയ്തിട്ടുണ്ട്. കഥാപാത്രം ആവശ്യപ്പെടുന്നതിൽ കൂടുതൽ ഞാനിവിടെ ഉണ്ടെന്ന് കാണിക്കാൻ ശ്രമിക്കാഞ്ഞതാണ് ഏറ്റവും നന്നായി തോന്നിയത്. നിമിഷയ്ക്ക് ചില സന്ദർഭങ്ങളെല്ലാം തന്റെ മികച്ച എക്സ്പ്രഷൻസ് കൊണ്ട് തന്റേതാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. IPS ഓഫീസറായി വന്ന യമാ ഗിൽഗമേഷ്, പോലീസുകാരോട് അടിയുണ്ടാക്കുന്ന കഥാപാത്രമായി വന്ന ദിനീഷ്, ഇവർ രണ്ടുപേരും മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കാലുകൊണ്ട് മതില് തുടയ്ക്കുന്ന പോലെ കാണിച്ച് മണിയൻ പോലീസിനെ നോക്കുന്ന ആ രംഗമൊക്കെ ഗംഭീരമായിരുന്നു. സിനിമാറ്റോഗ്രാഫി ആൻഡ് എഡിറ്റിംഗ് എടുത്തു പറയേണ്ടതാണ്. ഒരേ സമയം തീമിനോട് ചേർന്ന് പോകുന്നതും അതേസമയം ഭംഗിയുള്ളതുമായ ഒരുപാട് വിഷ്വൽസ് സിനിമയിൽ കാണാൻ കഴിയും. എഡിറ്റിംഗും സിനിമയുടെ തീമിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ളതായിരുന്നു. മണിയൻ എന്ന കഥാപാത്രത്തിന്റെ പോരായ്മകൾ നോക്കാതെ ആ കഥാപാത്രത്തോട് പ്രേക്ഷകർക്ക് സിമ്പതൈസ് ചെയ്യാൻ കഴിയുന്നത് മണിയന്റെ നിസ്സഹായത നമ്മുടെ കൂടി നിസ്സഹായതയാണെന്ന തിരിച്ചറിവാണ്. വെറും 1-2 സ്റ്റെപ്പുകൾക്കപ്പുറം മണിയന്റെ അതേ അരക്ഷിതാവസ്ഥ നമ്മളെയും തേടിയെത്തുമെന്ന യാഥാർത്ഥ്യം നൽകുന്ന മരവിപ്പാണ് നായാട്ട് എന്ന സിനിമ. എന്താണ് ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.